പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സഭ ഇന്ന് പെന്തക്കോസ്ത തിരുനാൾ ആചരിക്കുകയാണ്. ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധമ്മയുടെ മേലും ദൈവാത്മാവിൻ്റെ ശക്തി ആവശ്യത്തിൻ്റെ ഓർമ്മ ഇന്ന് കൊണ്ടാടുകയാണ്. ഭയത്തോടുകൂടി മുറിയിൽ കതകടച്ച് ഇരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ മേൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയാണ്. ഇന്ന് സഭ പെന്തക്കോസ്ത തിരുനാളായിട്ട് ആചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായൊരനുഭവത്തിലൂടെ അവർ യാത്ര ചെയ്യുകയായിരുന്നു. ഈശോ നഷ്ടപ്പെട്ടുവെന്നും ഇനി തങ്ങൾക്ക് ജീവനില്ല, ജീവിതമില്ല എന്ന ചിന്തയോടുകൂടി തങ്ങളുടെ തന്നെ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകുന്ന ഒരന്തരീക്ഷത്തിലാണ്. പ്രത്യേകിച്ച് യഹൂദരെ ഭയന്നുകൊണ്ട് മുറിയിൽ കതകടച്ചിരിക്കുമ്പോഴാണ് ഈശോ വാഗ്ദാനം ചെയ്ത ആ സത്യാത്മാവിനെ അവർക്ക് നൽകിക്കൊണ്ട് അവരെ ശക്തിപ്പെടുത്തുന്നതും. പിന്നീട് ശിഷ്യന്മാരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറാകുന്ന ശിഷ്യരെയാണ് കാണുന്നത്. നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല എന്ന് ഈശോ പറഞ്ഞതിൻ്റെ അവിടുത്തെ വാഗ്ദാന പൂർത്തീകരണം കൂടിയാണ് ആത്മാവിനെ നൽകിയത്. പിന്നീട് ഈശോയെ പ്രഘോഷിക്കുവാൻ വേണ്ടി ലോകമാസകലം ഇറങ്ങിത്തിരിക്കുവാനായിട്ട്, ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ശക്തിയുക്തം തയ്യാറാവുന്ന അപ്പോസ്തലന്മാർ. പ്രിയപ്പെട്ടവരെ, ഇന്നും നിരാശാജനകമായ ജീവിതാന്തരീക്ഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ പ്രവർത്തന മണ്ഡലങ്ങളെയും പ്രത്യേകം ഓർത്ത് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിരാശാജനകമായ ഒരു അന്തരീക്ഷമല്ല, മറിച്ച് പ്രതീക്ഷയുള്ള ദൈവാരൂപിയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ. ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ബലി നമുക്ക് ഭക്തിപൂർവ്വം അർപ്പിക്കാം. ഒരു നിമിഷം നാം ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ബലിയർപ്പണം യോഗ്യതയോടെ അർപ്പിക്കുവാനായിട്ട് വന്നുപോയിട്ടുള്ള പാപങ്ങൾ ഓർത്ത് അനുദപിച്ച് മാപ്പ് വീഴ്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഹമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്തു നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യ സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങളെ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങളെ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ,
കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നത്തെ ആഘോഷത്തിൻ്റെ അനുഷ്ഠാനത്താൽ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലുമുള്ള അങ്ങേ സാർവത്രിക സഭയെയും അങ്ങ് പൗത്രീകരിക്കുന്നുവല്ലോ. ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ചൊരിയണമേ. സുവിശേഷം ആദ്യമായി പ്രഘോഷിക്കപ്പെട്ടപ്പോൾ പ്രവർത്തിച്ച ദൈവകാരുണ്യം ഇപ്പോഴും വിശ്വാസിയുടെ ഹൃദയങ്ങളിലൂടെ ചൊരിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിലും നിന്നു വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിലുണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്തിയാക്കാരും മേദിയാക്കാരും എലമിയാക്കാരും മെസപ്പൊട്ടോമിയൻ നിവാസികളും യൂദയായിലും കപ്പദോക്കിയായിലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായിലും പാംഫീലിയായിലും ഈജിപ്തിലും കിരേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രൈത്യരും അറേബ്യരുമായ നാം എല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നുണ്ടല്ലോ. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങേ ആത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. കർത്താവെ, കർത്താവേ, അങ്ങേ ആത്മാവിനെ അയച്ച് അങ്ങേ ആത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. എന്റെ ആത്മാവെ, കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവെ, അങ്ങ് അത്യുന്നതനാണ്. കർത്താവെ, അങ്ങേ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്. ജ്ഞാനത്താൽ അങ്ങ് അവയെ നിർമ്മിച്ചു. ഭൂമി അങ്ങേ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവെ, കർത്താവേ, അങ്ങേ ആത്മാവിനെ അയച്ച് അങ്ങേ ആത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ചു പൂഴിയിലേക്ക് മടങ്ങുന്നു. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവെ, കർത്താവേ, അങ്ങേ ആത്മാവിനെ അയച്ച് അങ്ങേ ആത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. കർത്താവിന്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ. കർത്താവ് തന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. എന്റെ ഈ ഗാനം അവിടത്തേക്ക് പ്രീതികരമാകട്ടെ. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. കർത്താവെ, കർത്താവേ, അങ്ങേ ആത്മാവിനെ അയച്ച് അങ്ങേ ആത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. രണ്ടാം വായന. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏകശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതുനന്മയ്ക്കു വേണ്ടിയാണ്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. അല്ലേലൂയ, അല്ലേലൂയ.
പരിശുദ്ധാത്മാവെ എഴുന്നള്ളുക. വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അവയിൽ അങ്ങേ സ്നേഹാഗ്നി ജ്വലിപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവെ അങ്ങേക്ക് മഹത്വം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടിച്ചിരിക്കെ യേശുവെന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. പ്രിയ സഹോദരരെ, നമ്മുടെ വിശ്വാസമൊക്കെ പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലെയും ഭൂമിയുടെയും ദൃശ്യം അദൃശ്യമെല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവങ്ങളെ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ സ്വർഗ്ഗത്തിനിറങ്ങി പരിശുദ്ധാത്മാവാൻ കന്യാമറിയ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിത അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലെ ആരോഹണം ചെയ്യും. പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുത്തെ മഹത്വം വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നതും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകമായി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ ഓർത്ത് ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്കും എല്ലാ രൂപതാധ്യക്ഷന്മാർക്കും വൈദികർക്കും അവരുടെ സേവനത്തിന് പരമേൽപ്പിച്ചിരിക്കുന്ന ജനത്തിനും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന നമുക്ക് ഏവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ ഓർത്ത് സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. സ്വർണ്ണ തളികയിലേക്കുമേയപ്പത്തിൽ നിന്നെ സമർപ്പിക്കും ദൈവമേ. പൊൻകാസിൽ നേദിക്കും വീഞ്ഞ് ചേർത്തുവെക്കുമെൻ ജീവിതം. സ്വർണ്ണ തളികയിൽ ഏകുമേയപ്പത്തിൽ
സമർപ്പിക്കും എൻ ദൈവമേ. പൊൻകാസയിൽ നേദിക്കും വീഞ്ഞ് ചേർത്തു വയ്ക്കുമെൻ ജീവിതം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അടുത്ത ദിവസവും മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ പുത്രൻ്റെ വാഗ്ദാനം അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ ഈ ബലിയുടെ രഹസ്യം നാം സമർത്ഥമായി വെളിപ്പെടുത്താനും എല്ലാ സത്യങ്ങളും കരുണപൂർവ്വം അനാവരണം ചെയ്യാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങ് പെസഹാരഹസ്യം പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങേ ഗജാതൻ്റെ സംസർഗത്തിലൂടെ ദത്തപുത്രരായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇന്ന് പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയും ചെയ്തു. സഭയുടെ ആരംഭം കുറിച്ച അവിടുന്ന് സകല ജനതകൾക്കും ദൈവിക ജ്ഞാനം പ്രദാനം ചെയ്യുകയും വ്യത്യസ്തമായ ഭാഷകൾ ഒരേ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്താൽ ഒന്നാക്കി തീർക്കുകയും ചെയ്തു. ആകയാൽ പെസഹാ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തിയന്മാരും മാലാഹവന്തങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യകർത്താവായ ദൈവം, സ്വർഗ്ഗവും ഭൂമിയും മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും എല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും
കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേഷണമേ. കർത്താവ്, എല്ലാ തിന്മകളും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കാരനയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കർത്താവായ യേശുക്രിസ്തുവേ, ദൈവത്തിൻ്റെ പുത്ര, അങ്ങ് ശരീരത്തെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടിതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് വാക്കു ചിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായിട്ട് സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സഭയ്ക്ക് സ്വർഗീയദാനങ്ങൾ പ്രദാനം ചെയ്യുകയും അങ്ങ് നൽകിയ കൃപ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ദാനം ശക്തമാകാനും ആത്മീയ ഭോജനം നിത്യമായ പരിത്രാണത്തിന് വർധനയ്ക്ക് ഉപകരിക്കുവാനും ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ശിരസ് നമിച്ച് ആശ്വാസം സ്വീകരിക്കുക. ആശ്വാസദായകനായ ആത്മാവിനെ അയച്ച ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കാൻ തിരുമനസ്സായ പ്രകാശങ്ങളുടെ പിതാവായ ദൈവം തൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ആനന്ദഭരിതരാക്കുകയും അവിടുത്തെ അതേ ആത്മാവിൻ്റെ ദാനങ്ങളാൽ എപ്പോഴും
നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ശിഷ്യന്മാരുടെ മേൽ പ്രത്യക്ഷപ്പെട്ട അത്ഭുതകരമായ തീനാളം സമസ്ത പാപമാലിന്യത്തിൽ നിന്നും നിങ്ങളുടെ ഹൃദയങ്ങൾ സംശുദ്ധീകരിച്ച് അവിടുത്തെ പ്രകാശധാരയിൽ പൂരിതമാക്കുമാറാകട്ടെ. ആമേൻ. ഭാഷകളുടെ വൈവിധ്യം ഒരേ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൽ സംയോജിപ്പിക്കാൻ തിരുവുള്ളമായ അവിടുന്ന് അതേ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഇടവരുത്തുകയും അതുവഴി പ്രത്യാശയിൽ നിന്ന് ദർശനത്തിലേക്ക് കടന്നു വരാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. അല്ലെലുയ അല്ലെലുയ. ദൈവത്തിന് നന്ദി. അല്ലെലുയ അല്ലെലുയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അലിവിൻ്റെ കരങ്ങൾ ഉള്ളൊരമ്മ, അൻപാർന്ന ഹൃദയത്തിൻ ഉടമയമ്മ, ആത്മീയ അഭിഷേകം നിറഞ്ഞൊരമ്മ, അനുഗ്രഹദായിക മേരിയമ്മ. അലിവിൻ്റെ കരങ്ങൾ ഉള്ളൊരമ്മ, അൻപാർന്ന ഹൃദയത്തിൻ ഉടമയമ്മ, ആത്മീയ അഭിഷേകം നിറഞ്ഞൊരമ്മ, അനുഗ്രഹദായിക മേരിയമ്മ. പ്രഭാതതാരമേ, ദാവീദിൻ്റെ കോട്ടേ, രോഗികൾക്കാരോഗ്യമേ പ്രാർത്ഥിക്കണമേ. പ്രഭാതതാരമേ, ദാവീദിൻ്റെ കോട്ടേ, രോഗികൾക്കാരോഗ്യമേ പ്രാർത്ഥിക്കണമേ.